ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കുന്ന ഒരു മോഡൽ ഡ്രസ്സ് തയ്ച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തുണി നമ്മളൊരു 75 സെൻറ്റിമീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 75 സെൻറ്റിമീറ്റർ തുണിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തുണിയുടെ വീതി നമുക്ക് 60 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിതൊരു ഷർട്ട് പീസിൻ്റെയൊക്കെ ബാക്കി വരുന്ന ഭാഗത്തു നിന്നാണ് പീസിൽ നിന്നാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയെ കണ്ടോ, ഇതുപോലെ മടക്കി ഇതുപോലെ നേരെ ഇതുപോലെ മടക്കിയെടുക്കുക. കാരണം നമ്മുടെ 75 ഇഞ്ച് നീളമുള്ള ഈ ഒരു തുണിയെ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് 14.5 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ വീതി കിട്ടും. ആണോ, ഇതുപോലെ എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു, കരഭാഗം. ഇനി നമ്മളിവിടെ ഒരു 35 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുകയാണ്. ആണോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് 14.5 ഇഞ്ച് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സൈഡും 14.5 ഇഞ്ച് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ നേരെ പകുതിയായി ഈ ഒരു ഭാഗത്തെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതിനെ 2 പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഈ ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കുന്നു. ഇനി നമ്മളിതിൻ്റെ ബോഡി പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നേരെ നമുക്ക് ആവശ്യമുള്ള തുണി മാത്രം ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ 11 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഇതുപോലെ 11 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ വരിക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് 4.25 ഇഞ്ച് നമ്മുടെ ഷോൾഡറിന് വേണ്ടി കൊടുക്കുന്നു, 4.25 ഇഞ്ച്. അതുപോലെ തന്നെ ഇറക്കത്തിന് വേണ്ടി നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ അതേ അളവ് തന്നെ മാർക്ക് ചെയ്യുന്നു, 4.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ 6 ഇഞ്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ഇഞ്ച് തുന്നത്തുണി കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 5 ഇഞ്ച്. അപ്പോൾ നമ്മൾ ചെറിയൊരു ടക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൂടി നമ്മളൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഫിനിഷിങ് നമുക്ക് 5 ഇഞ്ചാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ 1 ഇഞ്ച് കൂടി തുന്നത്തുണി കൂടി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ റഗാളിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ നെക്ക് കൊടുക്കുക. നെക്ക് നമുക്ക് 1.25 ഇഞ്ച് 2 ഇഞ്ചൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇറക്കം നമുക്ക് 3 ഇഞ്ച് മുതൽ മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിന് അല്പം ഇറക്കി കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 4 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പൈപ്പിംഗ് ചെയ്യുകയാണ് കഴുത്ത്. നമുക്കിത് 3 ഇഞ്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ടക്കിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ ചെറിയൊരു ടക്ക് കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ബാക്ക് പീസിനെ നമ്മൾ ഇതുപോലെ നേരത്തെ മടക്കി വെച്ചതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് മടക്കി വെച്ച് ഇവിടെ ഇതുപോലെ വെക്കുന്നു. കണ്ടോ. ഇനി നമ്മുടെ ബാക്കിൽ നമ്മുടെ സിബ് വെക്കുവാൻ വേണ്ടി ഇവിടെ നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ 1 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇവിടെ വിടാവുന്നതാണ്. നമ്മൾ ബാക്ക് സിബ് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളത് മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് കഴുത്തിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കുറച്ചുകൊണ്ടാണ് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഭാഗവും നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേപോലെ തന്നെ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ അളവ് വരുന്നത്. ബാക്കി വരുന്ന 1 ഇഞ്ച് നമ്മുടെ സിബിന് ഫിറ്റിങ് ആവശ്യമായ തുന്നത്തുണിയാണത്. നമ്മളിനി ഇതുപോലെ കറക്റ്റ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. കേട്ടോ, ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത പോലെ തന്നെ. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. ഈ ഒരു പീസുകളെ നമ്മൾ ഇതുപോലെ 2 ഭാഗമാക്കി വേർപെടുത്തുന്നു. ഇനി നമ്മൾ അതുപോലെ തന്നെ ചെറിയൊരു ഷേപ്പ് നമ്മുടെ റഗാളിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ കൈക്കുഴിയിൽ ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കേട്ടോ, ഫ്രണ്ട് പീസ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. ഈ 2 ഭാഗത്ത് നമ്മളൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണി ബാക്കി വരുന്ന തുണിയിൽ ഇതുപോലെ കണ്ടോ ഇതുപോലെ മടക്കി നേരെ വീണ്ടും ഒരു മടക്ക് കൂടി കൊടുക്കുന്നു. അതുപോലെ തന്നെ കൈയുടെ താവിൽ നമ്മളൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, കൈയുടെ താവിലും പൈപ്പിംഗ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കൈയുടെ ലെങ്ത്ത് നമുക്കൊരു 3.5 ഇഞ്ച് 3 ഇഞ്ച് 3.5 ഇഞ്ചൊക്കെ കൊടുക്കാം. നമ്മളിതിന് 3.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഫിനിഷിങ്ങിൽ 3 ഇഞ്ച് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് ഇതുപോലെ റഗാളിനെ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ,
ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ നമ്മളെ തുണിയൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഇതുപോലെ കറക്റ്റ് ഒന്ന് വെച്ച് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈസിയായി കട്ട് ചെയ്തെടുക്കാൻ കഴിയും സ്ലീവിനെ കേട്ടോ. ഇതുപോലെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കഴുത്തൊക്കെ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പീസിൽ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് സ്ലീവിൻ്റെയും അതുപോലെ തന്നെ കഴുത്തിൻ്റെയും ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ബട്ടർഫ്ലൈ തയ്ക്കുന്നുണ്ട്. അതിനു വേണ്ടി നമ്മളൊരു പീസ് ഇതുപോലെ ക്രോസ് ഭാഗമുള്ള ഒരു പീസാണ് എടുക്കുന്നത്. ഈ ഒരു പീസ് നമ്മൾ 2 പീസ് കണ്ടോ, ഇതുപോലെ 2 പീസ് നമ്മൾ ഒരുപോലുള്ള കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ക് പീസ് സിബ് തയ്ക്കുവാൻ വേണ്ടി ആദ്യം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി താവിൽ നിന്ന് നമ്മുടെ ഉടുപ്പിൻ്റെ താവിൽ നിന്ന് ഇതുവരെ നമുക്കൊരു 2.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് നമ്മൾ ആ ഒരു എക്സ്ട്രാ വെച്ചിട്ടുള്ള തുണിയെ ഇതുപോലെ 2 ഭാഗത്തേക്കും മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സിബിനെ ഇതുപോലെ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മുടെ സിബിനെ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊണ്ട് നമുക്കിവിടെ ഇതുപോലെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിലോ ഒരു 1/4 ഇഞ്ച് വീതിയിലോ നമുക്ക് ഉടുപ്പിൻ്റെ ബാക്കിലൊക്കെ കാണുന്നത് പോലെ നമുക്കിതിങ്ങനെ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ കണ്ടോ, നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് ആദ്യം ഉൾവശത്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ള ആ ഒരു ഭാഗത്തൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മൾ മുകളിലേക്ക് ഈ ഒരു ഭാഗത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ സിബിനെ കവർ ചെയ്തുകൊണ്ട് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, സിബിനെ ഓപ്പൺ ആകാത്ത രീതിയിൽ കണ്ടോ ഇതുപോലെ കാണാത്ത രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മുടെ ഇതുപോലെ ഷോൾഡർ ഭാഗം ജോയിൻറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെ ഷോൾഡർ പീസ് ഇതുപോലെ ജോയിൻറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിനെ കഴുത്ത് പൈപ്പിംഗ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കഴുത്ത് പൈപ്പിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു പീസ് ജോയിൻറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ. നിങ്ങൾക്കത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇനി ഇതുപോലെ ഈ ഒരു നല്ല ഭാഗത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ആദ്യം ഇതുപോലെ നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. നമ്മുടെ സിബിൻ്റെ ബാക്കിലുള്ള സിബിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കണ്ടോ ഇതുപോലെ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ മടക്കി തയ്ച്ചതിന് ശേഷം നമുക്കിത് നല്ല വൃത്തിയോടുകൂടി പൈപ്പിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ ഇതുപോലെ ഈ ഒരു എൻഡ് ഭാഗമാണിത്, സിബിൻ്റെ ഭാഗമാണിത്. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്ത് പൈപ്പിംഗ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ടക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട് പീസിൽ 2 സൈഡിലും അതുപോലെ തന്നെ ബാക്ക് പീസിലും നമ്മൾ ഇതുപോലെ ടക്ക് സ്റ്റിച്ച് ചെയ്യുന്നു. ഇത് നമ്മുടെ സ്ലീവാണ്. സ്ലീവിന് നമ്മൾ താവിൽ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ആ ഒരു പൈപ്പിംഗ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കിട്ടുക. ക്രോസ് പീസിലാണ് എടുക്കേണ്ടത്. നമ്മൾ ഇതുപോലെ റഗാൾ ഫിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കൈ ഫിറ്റ് ചെയ്യുകയാണ് ബോഡിയിൽ കണ്ടോ. നമ്മൾ കറക്റ്റായി നേരത്തെ കട്ട് ചെയ്ത് എടുത്തതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. രണ്ടാമത്തെ സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു. രണ്ടാമത്തെ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നമ്മളെ ഉടുപ്പിൻ്റെ നേരെ സെൻറ്റർ ഭാഗം നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിൽ മാർക്ക് കൊടുക്കുന്നത് ബാക്ക് പീസ് നമുക്ക് സിബ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്ത് നമ്മുടെ സെൻറ്റർ പീസാണ്. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയതിന് ശേഷം സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കുക കേട്ടോ. ബോഡി പീസിന് സെൻറ്റർ ഭാഗത്ത് വെച്ച് ആ ഒരു ബോഡി പീസിൽ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു.
രണ്ട് ഭാഗത്തേക്കും എക്സ്ട്രാ തുണി ഉണ്ടാകും. ബോഡി പാർട്ടിനേക്കാൾ കൂടുതൽ രണ്ട് ഭാഗത്തേക്കും തുണി ഉണ്ടാകും. കണ്ടോ, ഇതുവരെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ബോഡി പാർട്ടിൽ കറക്റ്റ് ആവും. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു. ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും സെയിം മോഡലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ കൈയുടെ ലൂസ് ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു 4 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സാധാരണ ബോഡി ഭാഗമൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ കറക്റ്റ് ആ ഒരു മാർക്കിൽ കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ഈ ഒരു ഉടുപ്പിൻ്റെ കണ്ടോ ഈ ഒരു ജോയിൻ്റ് വശം വരെ മാത്രം ഇതുപോലെ കറക്റ്റ് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നല്ലവണ്ണം കെട്ടിയടിച്ച് നിർത്തുന്നു. കണ്ടോ, ഇനി അതിനുശേഷം നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു മാർക്കിൽ കണ്ടോ ആ ഒരു സ്റ്റിച്ച് നിർത്തിയിട്ടുള്ള ആ ഒരു മാർക്കിൽ കണ്ടോ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ആ ഒരു മാർക്കിൽ ഇതുപോലെ അവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു. കണ്ടോ, നമ്മളിനി സൈഡ് ഭാഗത്തേക്ക് കണ്ടോ നമ്മൾ ആ ഒരു പീസ് എക്സ്ട്രാ ബോഡിയേക്കാൾ സൈഡ് ഭാഗത്ത് വരുന്ന ആ ഒരു പീസിലേക്കാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നത്. ഇനി നമ്മൾ ഇവിടെ ഇതുപോലൊരു കട്ടിങ് കൊടുക്കുക. കണ്ടോ, ഇതുപോലൊരു കട്ടിങ് കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡിൽ നിന്ന് നമ്മൾ താവിൽ നിന്നല്ല തുടങ്ങുന്നത്, അത് ശ്രദ്ധിക്കണം. താവിൽ നിന്നല്ല, നമ്മൾ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. സൈഡിൽ നിന്ന് എക്സ്ട്രാ വരുന്ന നമ്മുടെ ബോഡി പാർട്ടിനേക്കാൾ സൈഡ് ഭാഗത്തേക്ക് എക്സ്ട്രാ വരുന്ന തുണിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ കണ്ടോ ഇവിടെയും കറക്റ്റ് ഈ ഒരു ഭാഗത്തും ഇതുപോലെ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ലീവിൻ്റെ മാർക്കിങ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെയും നമ്മളൊരു കട്ടിങ് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെ നല്ല വശം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ സൈഡ് വശങ്ങൾ ഉണ്ടാവുക. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് വശങ്ങളിൽ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യുകയോ ഓവർലോക്ക് ചെയ്യുകയോ മടക്കി തയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈഡ് വശങ്ങളിൽ 4 വശങ്ങളിലും അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതുപോലെ ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈ തയ്ക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ആ ഒരു ക്രോസ് പീസ് നമ്മൾ 2 പീസ് ഒരുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പീസിനെ ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗം ഒരു പീസിന് മാത്രമാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പീസിന് ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇവിടെ മാത്രം ഒരു കട്ടിങ് കൊടുത്ത് ആ ഒരു പീസിൽ കൂടി കണ്ടോ ആ ഒരു ഹോൾ കൂടി ആ കട്ടിങ്ങിൽ കൂടി ഇതുപോലെ മറിച്ചിടുക. അപ്പോൾ നമ്മൾ ഇത് മറിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് പിടിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പ്ലീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു സ്റ്റിച്ച് വെറുതെ ഇവിടെ കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ലൂപ്പൊക്കെ തയ്ക്കുന്നത് പോലെ ഇതുപോലെ തയ്ച്ച് ഇതിനെ ഈ ഒരു പീസിനെ തയ്ച്ചതിന് ശേഷം ഇതുപോലെ മറിച്ചിടുന്നു. ഇതിനെ കണ്ടോ ഇതുപോലെ മറിച്ചിടുന്നു. ഇനി ഇതിൻ്റെ 2 സൈഡിലും നമ്മളൊരു പീസ് നമ്മൾ ലടുക്കൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ കണ്ടോ ഇതുപോലെ മടക്കി ഈ ഒരു ഭാഗത്ത് ഇതുപോലെ 2 പീസിലും ഇതുപോലെ ചെയ്തെടുക്കുന്നു. രണ്ട് ഭാഗത്തും ഈ ഒരു നമ്മൾ തയ്ച്ചിട്ടുള്ള ഈ ഒരു ലൂപ്പിനെ 2 സൈഡിലും തയ്ച്ചെടുക്കുന്നു. കണ്ടോ ഇതുപോലെ 2 സൈഡിലും തയ്ച്ചെടുക്കും. നമ്മൾ ഇതിൻ്റെ ഇവിടെ കണ്ടോ ഈ ഒരു പീസിനെ ഇതുപോലെ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി കണ്ടോ ഇതുപോലെ ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുക. കണ്ടോ നമുക്കൊരു ബട്ടർഫ്ലൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഫ്രണ്ട് പാർട്ട് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് സിബ് അയച്ചതിന് ശേഷം ഇതുപോലെ കറക്റ്റ് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്